അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങൾ, ബഹുമാനപ്പെട്ട മുസ്ലിം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറയാൻ, ഒരവസരത്തിൽ ഞാൻ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടപ്പോൾ ബഗ്ദാദിൽ നിന്ന് ഹജ്ജിലേക്ക് പോവുകയാണ്. അപ്പോൾ ബഗ്ദാദിൽ നിന്ന് ഹജ്ജിലേക്ക് ഞാൻ യാത്ര പുറപ്പെട്ടപ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ 1000 ദീനാർ എൻ്റെ കയ്യിൽ തന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ മദീനയിൽ എത്തിയാൽ അവിടെ ഏറ്റവും ഫക്കീർ ആരാണോ നിങ്ങൾക്ക് തോന്നുക അത് അന്വേഷിച്ച് അവരെ കയ്യിൽ ഇത് നിങ്ങൾ കൊടുക്കണം, അവിടെ വീതിച്ചു കൊടുക്കണം. അപ്പോൾ മദീനയിൽ അവിടെയുള്ള ഫക്കീറന്മാർക്ക് കൊടുക്കുമ്പോൾ ഒന്നും കൂടി കൂടുതൽ പ്രതിഫലം കിട്ടുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് ആ പണം ബഹുമാനപ്പെട്ടവരുടെ കുടുംബത്തിലെ ഒരാൾ അത് നൽകുകയാണ്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ മുസ്ലിം ഇബ്നു സഅദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ആ പണവുമായിട്ട് ഹജ്ജിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങനെ മദീനയിൽ എത്തിയപ്പോൾ തൻ്റെ കുടുംബത്തിൽ നിന്ന് ആ തന്ന പണം അദ്ദേഹം ഓർക്കുകയും ഇങ്ങനെ മദീനയിൽ അന്വേഷിക്കുകയാണ്. കാരണം ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആരോടോ കയ്യിൽ എത്തിക്കുന്നതല്ലല്ലോ, അതൊന്ന് പൂർണ്ണമായി അയാൾ വിചാരിച്ചതുപോലെ നീയത്ത് വെച്ചതുപോലെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞ് കുറെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ഈ മദീനയിൽ ഏറ്റവും പാവപ്പെട്ടവർ ആരാണ് എന്ന് അങ്ങനെ കുറെ നോക്കിയപ്പോൾ പാവപ്പെട്ടവരൊക്കെ ഉണ്ട്, പക്ഷെ ഒന്നും കൂടി കൂടുതൽ പാവപ്പെട്ടവർ ആര് കിട്ടും, ഇങ്ങനെ അന്വേഷിക്കുകയാണ്. അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആരോ ചൂണ്ടിക്കാണിച്ചു, നിങ്ങൾ ആ കാണുന്ന വീടുണ്ടല്ലോ, ആ വീട്ടുകാരാണ് ഈ നാട്ടിൽ ഏറ്റവും വലിയ പാവപ്പെട്ടവർ, നിങ്ങൾ അവിടെ കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ടവർക്ക് വലിയ സന്തോഷമായി. കുടുംബത്തിൽ ആ പണം ഏൽപ്പിച്ച അയാൾ വിചാരിച്ചതുപോലെ ഒരു ഭംഗിയായി ഇതിനെ നിറവേറ്റാൻ എന്നെ കൊണ്ട് സാധിക്കുന്നുണ്ടല്ലോ എന്ന് ആ വീട്ടിൽ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ പോവുകയും ആ വീട്ടിലുള്ള വാതിൽ മുട്ടുകയും അവിടെ നിന്നൊരു സ്ത്രീ പുറത്തു വന്ന് ചോദിക്കുന്നു, എന്തേ? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ബഗ്ദാദിൽ നിന്ന് വന്നതാണ്, ഇങ്ങനെ ഒരു വിഷയമാണ്, ഈ നാട്ടിൽ ഏറ്റവും പാവപ്പെട്ട ഒരാളെ ഇത് ഏൽപ്പിക്കാനാണ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നിങ്ങളാണെന്നാണ് ഈ നാട്ടുകാർ സൂചിപ്പിച്ചത്, അത് നിങ്ങളെ ഏൽപ്പിക്കുകയാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് മനസ്സിലാക്കേണ്ടത് ഓരോ മുഅ്മിനീങ്ങളുടെ ആ ഈമാനിൻ്റെ പവർ. ആ സ്ത്രീ അവിടെ നിന്ന് പറയുന്നു, സന്തോഷത്തോടു കൂടെ അത് സ്വീകരിക്കുന്നതിന് പകരം അല്ല, നിങ്ങളുടെ കൂട്ടുകാർ നിങ്ങളെ ഏൽപ്പിച്ചത് ഏറ്റവും പാവപ്പെട്ടവർക്ക് എത്തിക്കണമെന്ന ഷർത്തോടുകൂടെയാണല്ലോ, അതുകൊണ്ട് അത് എൻ്റെ കയ്യിൽ, നമ്മളെ വീട്ടിലെത്തിയാൽ അത്ര ശരിയാവൂല, നമ്മളെക്കാളും പാവപ്പെട്ടവർ ഈ നാട്ടിലുണ്ട് എന്ന് പറഞ്ഞ് ആ സ്ത്രീ തൻ്റെ തൊട്ടടുത്തുള്ളൊരു വീടിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇദ്ദേഹം എങ്ങനെ പറഞ്ഞാലും ഈ സ്ത്രീ അവിടെ നിന്ന് സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഇദ്ദേഹം ആ സ്ത്രീ പറഞ്ഞതുപോലെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലേക്ക് അവിടെ പോയി അന്വേഷിക്കുകയും അവിടെ കൊടുക്കാൻ ഉദ്ദേശിച്ചപ്പോൾ ആ വീട്ടിലുള്ള ഉമ്മവും പറയുന്നത്, നിങ്ങൾ ഏറ്റവും പാവപ്പെട്ടവരല്ലേ ഉദ്ദേശിച്ചത്, അതാ അടുത്തു കാണുന്ന വീട്ടാണ്. അങ്ങനെ ഒരു 4-5 വീട്ടിലേക്ക് അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്. അവസാനം ഒരു വീട്ടിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞത്, ആരെയാണ് ചൂണ്ടിക്കാണിച്ചത്? ആദ്യം ഇയാൾ പോയില്ലേ, ആ വീട്ടിലുള്ള ആളെ ചൂണ്ടിക്കാണിച്ചു, നമ്മളെക്കാൾ പാവപ്പെട്ടവർ അവരാണ് എന്നുള്ളത്. അങ്ങനെ ഇദ്ദേഹം അവിടെ നിന്ന് വല്ലാത്തൊരു ബുദ്ധിമുട്ടിലായിപ്പോയി, ആരെ കയ്യിലാണ് ഇത് കൊടുക്കേണ്ടത്? അങ്ങനെ അദ്ദേഹം അവിടെയുള്ളവരൊക്കെ അവരെല്ലാവരും പാവപ്പെട്ടവരാണെന്ന് ഉറപ്പാണല്ലോ, അവിടെയുള്ള ആ വീട്ടുകാർക്കൊക്കെയും അവിടെ നിന്ന് വീതിച്ചു കൊടുക്കുകയാണ്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്, തൻ്റെ കഷ്ടം, തൻ്റെ ബുദ്ധിമുട്ട്, തൻ്റെ കഷ്ടപ്പാടുകൾ അതൊന്നും കഷ്ടപ്പാടുകളല്ല, മുസീബത്തുകളല്ല എന്ന് കരുതി എന്നെക്കാളും കഷ്ടപ്പെടുന്നവർ ഇവിടെയുണ്ട് എന്ന് ചിന്തിക്കുന്നതാണ് വലിയ വിശാലമായ മനസ്സ്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ട വലിയൊരു പാഠമാണ്. നമ്മൾക്ക് എത്ര കഷ്ടമുണ്ടെങ്കിലും ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, എന്നെക്കാളും കഷ്ടപ്പെടുന്നവൻ ഇവിടെയുണ്ട്. ലോകത്ത് ഞാനാണ് അവസാനത്തെ കഷ്ടപ്പാടുകൾ സഹിക്കുന്നവൻ, എന്നെക്കാൾ അപ്പുറം ഒരു കഷ്ടപ്പാട് സഹിക്കുന്നവൻ, ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നവൻ ഇവിടെ ഇല്ല എന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മളെക്കാളപ്പുറം കഷ്ടപ്പെടുന്നവൻ, ബുദ്ധിമുട്ടുന്നവൻ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവൻ ഇവിടെയുണ്ട്. അതെല്ലാം കണ്ട് നാം
ഇതിൽ നിന്ന് കുറേ പാഠങ്ങളൊക്കെ പഠിക്കണം. അതാണ് ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു പണം കിട്ടുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ ഓടുകയല്ല. അള്ളാഹു എനിക്ക് തന്നത് മതി, അള്ളാഹു തന്നതിൽ തൃപ്തിപ്പെടുക എന്ന വിശാലമായ മനസ്സാണ് ആ മദീനയുള്ള ആ വീട്ടുകാർ, ആ ഉമ്മമാർ കാണിച്ച ആ വലിയൊരു മാതൃക. അതും നമുക്ക് കുറേ പാഠങ്ങളൊക്കെ പഠിക്കാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നന്നാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.